ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സിബിഷൻ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്തിട്ട് അത്യാവശ്യം പൊടിയൊക്കെ ഇതായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ചൂടിനും കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സിബിഷന് ഒപ്പം പോവാം കേട്ടോ. വായോ. അപ്പം നമ്മൾ എക്സിബിഷനിൽ കയറാൻ പോകാൻ കേട്ടോ. പുറത്ത് ഇങ്ങനെയായിട്ടൊരു ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2026 ഉള്ളിൽ കയറുമ്പോൾ ഇങ്ങനെയാണ്. ഇത് ഇവിടെ ഇപ്പോൾ കാണുന്ന നടുവിലുണ്ടല്ലോ, അവിടെ ഒരു ഫൗണ്ടൻ വരും കേട്ടോ. അത് വൈകുന്നേരം ഇരുട്ടാകുമ്പോഴാണ് അവർ ഫൗണ്ടന് ലൈറ്റിംഗ് ഒക്കെ വെക്കുക. ഇതാണ് എൻട്രൻസ്. ആദ്യം കയറുന്നിടത്ത് തന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ ഇതിൽ കയറുമ്പോഴേക്കും പിന്നെ ഇതാണ് കേട്ടോ സംഭവം. കുറേ മിഠായികളാണ്. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ വല്ലതും കണ്ടിട്ടുള്ള മിഠായികളൊക്കെയാണ്. എന്താ ചോക്ക് മിഠായി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കാഡ്ബറി മിഠായി, പിന്നെ മൈസൂർ പാക്ക്, പേട, അങ്ങനത്തെ കുറേ വെറൈറ്റി ഐറ്റംസ് കണ്ടോ. പെൻസിലിൻ്റെ ഷേപ്പിലുള്ള ഓരോ മിഠായിയാണ് ഇത്. പിന്നെ എന്താ പറയുക, കടല മിഠായി, കപ്പലണ്ടി, അങ്ങനത്തെ കുറേ മിഠായികളാണ്. പിന്നെ ഉള്ളത് കുട്ടികൾക്ക് ഉള്ളതാണ് പേനകൾ. വെറൈറ്റി പേനകളാണ്. എന്താ പറയുക, കത്തി, വാള്, കൊട, അങ്ങനത്തെ ഒരു ഒരു ലോഡ് ടൈപ്പാണ്. നമുക്കിങ്ങനെ കണ്ടിരിക്കാം. അത്ര ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും വേണ്ടില്ല, കാണാൻ എന്തൊരു രസമാണെന്നറിയും സംഭവങ്ങളൊക്കെ. ശരിക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിക്കുകയും ചെയ്യും പിള്ളേരെയും കൊണ്ടുപോയാൽ. പിന്നെ കുറേ ഡ്രസ്സുകളുടെ കടകളാണ് കേട്ടോ. ഇതിങ്ങനെ കുറേ രാജസ്ഥാനി ഡ്രസ്സുകൾ, പിന്നെ ക്യാപ്പ്, സോക്സ്, പിള്ളേർക്കുള്ള കണ്ണട, അങ്ങനെ ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ പോയ സമയത്ത്. പിന്നെ ഇതുപോലെ പൂക്കൾ, ഇതെല്ലാം വണ്ടുള്ളത് തന്നെയാണ്. പൂക്കൾ, ആർട്ടിഫിഷ്യൽ പൂക്കൾ, ഇത് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അത് കഴിഞ്ഞ് ഞാൻ മെയിനായിട്ട് പോണത് ഈ മുളക് ബജി കഴിക്കാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളക് ബജി. എൻ്റെ അമ്മയെ എത്ര കഴിച്ചാലും എനിക്ക് മതിയാവില്ല. അത് പ്രത്യേകിച്ച് എക്സിബിഷനിലെ മുളക് ബജി. പുറത്തുനിന്ന് കിട്ടണമെന്നൊന്നും ഈ ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ തിരക്കും ഭയങ്കരമാണ്. ഒരു എന്താ പറയുക, ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല, അത്രയും തിരക്കായിരിക്കും ഈ മുളക് ബജി കൗണ്ടറിൻ്റെ അടുത്ത്. പിന്നെ ഇപ്പുറത്ത് കണ്ടു കുറേ പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ പറയുക, കുട്ടികൾക്കുള്ള ട്രെയിന്, മ്യൂസിക്കൽ ചെയർ, അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. ആ സാധനം, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഷിപ്പ്, പിന്നെ ടോയ് കാറ്, ട്രെയിന്, അങ്ങനത്തെ കുറേ ഉണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ ഇതിൽ കയറാനൊക്കെ ഉണ്ടാവും. ആ ഷിപ്പ് പോലെ സാധനമാണ്. ഓളി ബഹളം കേൾക്കാം പിന്നീന്ന് ആൾക്കാരുടെ ഉള്ളിൽ ഇരുന്നിട്ട് പേടിച്ചിട്ട് ഓളിയിടുന്നത്. അപ്പോൾ അത്രയും കളർഫുള്ളാണ്. കാരണം ഇപ്പോൾ വൈകിട്ടായി. ഇത് ബാക്കിൽ കാണാതാണ് കേട്ടോ ട്രെയിൻ. ആ ട്രെയിനിൽ ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ വൈകിട്ട് വരുമ്പോഴാണ് കുറച്ചുകൂടി ലൈറ്റിംഗ് ഒക്കെ കാണാം. രാവിലെ വരുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ലൈറ്റിംഗ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഞങ്ങൾ ഇതിലൊന്നും കയറിയില്ല, കാരണം അതിലൊന്നും കയറാനൊരു ഇതില്ല. അപ്പോൾ പേടിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ബൾബോജിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പുതിയൊരു സാധനമായിട്ട് കണ്ടത്, കുറേ മിനിയേച്ചർ വേർഷൻ, നമ്മൾ ടോം ആൻഡ് ജെറി അങ്ങനത്തെ ഉണ്ടല്ലോ. പിന്നെ പുതിയ സാധനങ്ങളുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്കൊക്കെ അറിയുള്ളൂ. നമ്മൾ മെയിനായിട്ട് കാണാൻ ടോം ആൻഡ് ജെറി, പോപ്പോയി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കുറേ കണ്ടു. ഇത് ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ കണ്ടതാണ് കേട്ടോ. കഴിഞ്ഞ മുന്നത്തെയോ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ടോം ആൻഡ് ജെറി ഞാൻ പറഞ്ഞില്ലേ, ജെറിയും ടോമൊക്കെ ഉണ്ട് അടിയിലും മുകളിലൊക്കെ ആയിട്ട്. ഇതേ ഫൗണ്ടൻ, അങ്ങനെ എക്സിബിഷൻ കഴിയുന്നിടത്താണ് ഈ ഫൗണ്ടൻ വരുന്നത്. ഇപ്പോഴാണ് അവർ ആ ഫൗണ്ടൻ ഓണാക്കുക വൈകിട്ടാകുമ്പോൾ. പിന്നെ പൂക്കൾ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സ്ഥലമാണ്. അവിടെയും തിരക്കാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ക്ഷീണിച്ചു അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുകയാണ്. നമ്മൾ ഒരു 6 മണിക്ക് കയറിയത്. അങ്ങനെ ഇക്കാലത്തെ എക്സിബിഷൻ നമ്മൾ കണ്ടു കേട്ടോ. അപ്പം ഇവിടുന്ന് മേടിച്ച സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.